ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുപ്രഭാതം. എല്ലാവരെയും ടീച്ചർ പ്രഭാത ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയാണ്. എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് പച്ചക്കറി എല്ലാം കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ മിക്കക്കറിനുള്ള സാധനങ്ങളല്ല കേട്ടോ. ഇത് പരിപ്പ് ഒന്നും ഇട്ടിട്ടില്ല, എളുപ്പമുള്ള സാമ്പാർ. തട്ടിക്കൂട്ടിൻ്റെ ആളാണ് ഞാനെന്ന് നിങ്ങൾ പറയല്ലേ, ശരിയാണ്. എല്ലാവർക്കും തിരക്കുള്ള കാലഘട്ടമല്ലേ. അപ്പോൾ എല്ലാവർക്കും നോക്കൂ, ഇതിനകത്ത് പരിപ്പ് ഒന്നും ഇട്ടിട്ടില്ല. കുറച്ച് തക്കാളി, അതായത് നോക്കൂ, തക്കാളി, പച്ചമുളക്, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ ഈ സാമ്പാറിൽ. അത് രണ്ടും ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി കൂടിയിട്ട് നല്ലോണം ഒരു സ്റ്റീം വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മുടെ പിന്നെ ഇത്തിരി ലേശം നമ്മുടെ സാമ്പാറിന് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയില്ലേ, സാമ്പാർ പൊടി പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയാണ് കേട്ടോ. അതിനെ ഇട്ടു. എന്നിട്ട് ഉലുവായി ഇട്ടു. അതിലേക്ക് ഇതാ നോക്കൂ, കഷ്ണമില്ലാത്തതുകൊണ്ട് നമ്മുടെ മുറ്റത്തോട്ട് തന്നെ ചെന്നതാ. മുരിങ്ങക്കായ ഇല്ലായിരുന്നു, ഇപ്പോൾ ഒരു പിടി മുരിങ്ങയില പറിച്ചുകൊണ്ട് വന്നിട്ടു കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഇത് തക്കാളി, പിന്നെ ഒരു തുണ്ട് മുരിങ്ങക്കായ ഉണ്ടായിരുന്നു, പോരാ. അപ്പോൾ അത് കാരണം കൊണ്ട് ചെറിയൊരു തുണ്ടുണ്ടായിരുന്നതാ, അതിട്ടു. പിന്നെ അതിൻ്റെ പോരായ്ക്ക് വേണ്ടിയാണ് ഒരു പിടി മുരിങ്ങയില ഇട്ടു. നല്ലതാണ്, ഒരുപാട് മൂക്കാത്ത മുരിങ്ങയില വേണം. അതിനുശേഷം മുറ്റത്തുനിന്ന് തന്നെ ഇതാ സാമ്പാർ ജീര കൊണ്ടുവന്നു. ഇതെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. ഈ വെന്തതിലേക്ക് ശേഷമേ നമ്മൾ ഇത് അരിഞ്ഞിടാം. ഇതാ ഇനി ഈ സാമ്പാർ ജീര നമുക്ക് അരിഞ്ഞിടാം. ഈ സാമ്പാർ ജീര ഇതിലേക്ക് അരിഞ്ഞിട്ടു. ഇത് മതി കണ്ടോ. ഇതാന്ന് പറയുമ്പോൾ ഇത് വേവും. 10 മിനിറ്റ്. തക്കാളി വേകാൻ എത്ര നേരം വേണം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ആദ്യം തക്കാളി, പിന്നെ കുറച്ച് വെള്ളം കൂടി ഇതിന് വേണം. ഞാനും അതിനിടെ 2 ചായ കുടിക്കട്ടെ. രാവിലെ മാത്രമേ ഒരു ചായ ഉള്ളൂ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ഇഡ്ഡലിയാണ് മാഷക്ക്. 2 പേർക്ക് എങ്ങനെയാ ടീച്ചറെ 2 നിങ്ങൾ എന്നോട് ചോദിച്ചു. പക്ഷേ വേണം, കാരണം എൻ്റെ ഭക്ഷണക്രമമേ അല്ലല്ലോ മാഷുടേത്. അതുകൊണ്ട് ഞാൻ ഇതിൽ ഇവിടെ തിളപ്പിച്ചാർച്ച് വെച്ച വെള്ളമുണ്ട്, അതിൽ നിന്ന് കുറച്ചും കൂടെ ഒഴിക്കട്ടെ. ഇത്തിരി വെള്ളം കൂടെ വേണം. ഇവിടുത്തെ മാഷക്ക് ഗ്രേവി നിറയെ വേണം. തിളപ്പിച്ചാർച്ച വെള്ളമായത് കേട്ടോ. അതേ കുറച്ചും കൂടെ ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കാം. ഇനി ഇതിലേക്ക് എന്തൊക്കെ ഇടണം? അപ്പം ഇത് തക്കാളി, പച്ചമുളക്, പിന്നെ പരിപ്പിടാതെ അത് 2 കൂടി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളമൊക്കെ ആവശ്യത്തിന് വെച്ച് വേവിച്ച് ഒറ്റ സ്റ്റീം മതി കേട്ടോ. അതിനെ ഓഫാക്കി എടുത്തിട്ട് സ്റ്റീം പോയപ്പോൾ അതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടി, സാമ്പാറിന് പൊടിച്ച് വെച്ചോണ്ട് ഞാനിവിടെ, അതെല്ലാം കൂടെ ഒരു 1.5 സ്പൂൺ, ചെറിയ സ്പൂണ് 1.5 സ്പൂൺ ഇട്ടു. അതിലേക്ക് ഒരു മുരിങ്ങക്കായുടെ ലേശമേ ഇരുന്നത് അപ്പോഴാണ് കണ്ടത്. അല്ലേ ഈ തക്കാളിയും പച്ചമുളകും ഇട്ടപ്പോൾ തന്നെ നമ്മൾ ഇടായിരുന്നു, ഞാൻ പിന്നീടാണ് കണ്ടത്. അപ്പോൾ അതിട്ടു. അത് പോരല്ലോ, ഓടിപ്പോയിട്ട് മുറ്റത്തുനിന്ന് ഒരു നുള്ളു മുരിങ്ങയില എടുത്തോണ്ട് തളിയിലെടുത്തോണ്ട് വന്നാൽ ഇട്ടു. ഇതെല്ലാം കൂടെ കിടന്ന് വേവുകയാണ്. വേകുമ്പോൾ ഇതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളല്ലേ. കാരണം എന്താ വെച്ചാൽ രാവിലെ എല്ലാവർക്കും ഓടിപ്പോകണമല്ലേ ജോലിക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിത് കടുക് വറക്കാം, ഞങ്ങൾക്ക് കടുക് വറക്കണ്ട. അതിനാണ് കറിവേപ്പില ഊരിയിടുന്നത് കേട്ടോ. നമ്മുടെ ഫ്രഷ് കറിവേപ്പില ഊരിയിട്ടു. ഇനിയും മല്ലിയുടെ ഇല ഒറ്റ മൂട് ചട്ടിക്കകത്ത് നിൽക്കുന്നതാണിത്. ഇത് നാളെ നിങ്ങളെ ഞാൻ കാണിക്കാം. ചട്ടി തടച്ച് വളരുന്നുണ്ട്. അതിൽ നിന്നുണ്ടോ ഫ്രഷായിട്ട് ഇത്തിരി പോയി എടുത്തുകൊണ്ട് വന്നു. എനിക്കത് മുറിക്കാൻ മടിയായിരുന്നു കേട്ടോ. അത് കൂട്ടിയിടാം. മല്ലിയില ഇടുമ്പോൾ തന്നെ സാമ്പാറിന് ഒരു പ്രത്യേക മണമാണ്. പക്ഷെ പണ്ട് നമ്മുടെ വീടുകളിലൊന്നും മല്ലിയിലയൊന്നും ഇല്ലല്ലോ. അങ്ങനെയല്ലേ സാമ്പാർ വെച്ചാൽ. അപ്പോൾ അതൊരു രുചിയായിരുന്നു. ഇതൊരു രുചി, അതൊരു രുചി.
ഡിഫറെൻറ്റ് രുചീസ്. ഉണ്ടാ ടോപ്പ് സാമ്പാർ നോക്കെ. ഇനി ഇഡ്ഡലി ഒഴിക്കുന്നില്ല, അതിന് പകരം ടീച്ചർക്ക് ഇൻസുലിൻ എടുക്കാറായി. ഇപ്പം മാവ് എടുക്കട്ടെ. ദോശ കുറച്ച് മാവ്, കല നിറയെ മാവുണ്ട്. ഇന്നലെ അരച്ചതാ കേട്ടോ, കല നിറയുണ്ട് മാവ്. അതിൽ നിന്ന് കുറച്ച് കോരി എടുത്തുകൊണ്ട് വരട്ടെ. അതിനൊരു 3 തവി മാവ് എടുത്തു. ഇതാ ഒരു കലം നിറയെ അരച്ചിട്ടുണ്ട്, ഇന്നലെ അരച്ചത്. അതിൽ നിന്നൊരു 3 തവി മാവ് എടുത്തു. ഇനി ഇതാ നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടി കഴിഞ്ഞു. വേണമെങ്കിൽ ഇത്തിരി മല്ലിപ്പൊടി കൂടി ഇടാം, വേണ്ട. ഇതാ കിടന്ന് തിളയ്ക്കുന്നതാണോ, എന്തൊരു സൂപ്പർ സാമ്പാറാണെന്നറിയാമോ. ഇത് എല്ലാം കൂടെ ഒരു 10 മിനിറ്റ് ആകുന്നുള്ളൂ, ഇത്രയും നേരവും കൂടെ ഒരു 10 മിനിറ്റ് ആകുന്നുള്ളൂ. അതിനിടയിൽ എൻ്റെ കഥാപ്രസംഗം നടന്നു. സൂപ്പർ. ഇത് വാങ്ങി വയ്ക്കട്ടെ. ഇതാ ഇനി ഇതിനടിയിൽ തന്നെ ഉണ്ട് ദോശക്കല്ല് കേട്ടോ. ദോശക്കല്ല് വെച്ചു. അതിൻ്റെ എണ്ണ തിരി നീട്ടട്ടെ. എണ്ണ ഒരു 2 ദോശ ഈ സാമ്പാറും കൂടെ ടീച്ചർ ഇൻസുലിൻ എടുത്തതിന് ശേഷം ടീച്ചർ ഒരു 2 ദോശ ചുട്ട് വെച്ചിട്ട് വേണം ഇൻസുലിൻ എടുക്കാൻ കേട്ടോ. ഇന്നേ ഒരാഗ്രഹം, ഇത്തിരി നെയ്യ് ഒഴിച്ച് കഴിക്കാൻ പാടില്ല, എങ്കിലും ആഗ്രഹമല്ലേ, നിങ്ങളുടെ പാവൻ ടീച്ചറല്ലേ. ഇത്തിരി നെയ്യ് അതിൻ്റെ മുകളിൽ ഞാൻ ഒഴിക്കും കേട്ടോ. ഇതാ നമ്മുടെ മാവ് 2 ദോശ. ഇത് തട്ടുദോശയാണ്, മതി. തട്ടുദോശയ്ക്ക് ഒരുപാട് പരത്തരുത് കേട്ടോ. സ്കൂളിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ വൃത്തം വരയ്ക്കാൻ അറിഞ്ഞുകൂടാ. എന്നാലിപ്പം വീട്ടമ്മയായി അടുക്കള ഭരണമേറ്റപ്പോൾ അതൊക്കെ പഠിച്ചു. കാരണം മക്കൾക്കൊക്കെ, ഇന്നത്തെ കുട്ടികൾക്ക്, എൻ്റെ പിള്ളേർക്കൊന്നും അല്ല, അന്നത്തെ കാലത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന എന്നാ വെച്ചാൽ അത് കഴിച്ചോളൂ. പണ്ട് നമ്മൾ എന്തുണ്ടാക്കി കൊടുക്കുന്നോ അത് കഴിക്കും കുട്ടികൾ. ഇന്ന് അതല്ലല്ലോ. ഇന്ന് ഒക്കെ തുടക്കട്ടെ. ഇന്ന് കുട്ടികൾക്ക് റൗണ്ട് പോരാ, അത് ഷേപ്പ് തെറ്റി ഉടനെ ഇതെനിക്ക് വേണ്ട, ഇത് അടുത്ത കുട്ടിയുണ്ടെങ്കിൽ അവന് കൊടുക്കും, എനിക്ക് വേണ്ട. ഇതെന്താ അടുത്ത ആൾ ചോദിക്കും, ഇതെന്താ അമ്മ ഇന്ത്യയുടെ മാപ്പോ ചോദിക്കും. പക്ഷെ പണ്ടത്തെ കുട്ടികൾ എന്തുണ്ടാക്കി കൊടുക്കുന്നു അത് കഴിച്ചോളൂ. എൻ്റെ കുട്ടികളൊക്കെ ആ കൊടുക്കുന്നത് പണ്ടത്തെ കുട്ടികളോ. അത് കാരണം ഞാനേ വർക്കേരിയയിൽ പോയതാ. പാത്രം എടുത്തോണ്ട് വർക്കേരിയയിലേക്ക് ഇറങ്ങണേലൊക്കെ എനിക്ക് പാടാം. നിങ്ങൾക്കറിയാമല്ലോ, രജനി 11:30 മണി 12 മണിക്ക് 12 ആവില്ല, അതിന് മുമ്പ് വരും. അത്രയും നേരത്തെ എല്ലാ പരിപാടികളും നമ്മൾ ചെയ്യണം. നല്ല സൂപ്പർ ദോശയാണ് കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് സാമ്പാറായി. ശരിക്കിത് 10 മിനിറ്റ് വേണ്ട. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്കാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് പറ്റും. ഞാൻ വലിയമ്മയല്ലേ, അത് കാരണം കൊണ്ട് മെല്ലെയൊക്കെ അല്ലേ പറ്റുള്ളൂ. അപ്പോൾ എനിക്കൊരു കുഞ്ഞു മേശയുണ്ട് ഇവിടെ, അതെടുത്ത് വെക്കട്ടെ. അതിലോട്ട് എൻ്റെ തലയും കൊടുക്കട്ടെ, എൻ്റെ ദോശ എടുക്കട്ടെ. കസേരയൊക്കെ വലിച്ചിട്ട് വെക്കട്ടെ, കാരണം കസേരയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു മാറ്റി. കണ്ടോ, സൂപ്പർ ദോശ കണ്ടോ.
ഇത് ഞാനിത്തിരി, നിങ്ങളതിനെ ഒന്നും പറയല്ലേ, ടീച്ചർക്ക് അസുഖം ഷുഗറും ഒക്കെ ആണ് പറഞ്ഞാൽ നെയ്യൊക്കെ കോരി ഒഴിക്കുന്നു. ഇത്തിരി നെയ്യ് ശകലേ എടുത്തോളൂ കേട്ടോ പ്ലീസ്. എനിക്കിന്നൊരാഗ്രഹം ഇത്തിരി നെയ്യ് ഒഴിച്ച് കഴിക്കണോ. ഇതാ മൂന്നാണ് ഞാൻ ഈ ദോശയിലേക്ക് വെക്കാം. ഒരു പാട്ടുണ്ടല്ലോ, എന്തോ ഒരു പാട്ട്, ദോശ നല്ല ദോശ അമ്മ ചുട്ട ദോശ. ഇതാ ഈ ഒരു ദോശ കൂടെ ഉള്ളൂ, ഒരു ദോശ കൂടെ ഉള്ളതെന്ന് വലിയ ലാഘവത്തോടെ പറയുന്നു. 4 ദോശയുടെ മാവുണ്ടില്ല. ഊത്തപ്പത്തിന് ഇത്തിരി കനം വേണം കുട്ടികളെ. ഇതാ എന്ത് റൗണ്ടാ. പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ റൗണ്ട് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കണക്കുമാഷയുടെ കയ്യിൽ നിന്ന് കുറച്ച് വാങ്ങിയാൽ മതിയായിരുന്നു. ഇനി ഇതാകുമ്പോഴത്തേക്ക് ഞാൻ ഇൻസുലിൻ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഒരു ദോശ ചുട്ടു. നിന്റെ ഇഷ്ടം. അതിലേക്ക് ടീച്ചർ ഇത്തിരി സാമ്പാർ ഒഴിക്കട്ടെ. സൂപ്പർ സാമ്പാറാണ് പിള്ളേരെ ഇത്. എന്തോ ഒരു ടേസ്റ്റാണ് നിങ്ങൾക്കറിയോ. പ്രായമായവർക്കൊക്കെ ഏറ്റവും നല്ല സാമ്പാറാണ്. കാരണം പരിപ്പൊന്നുമില്ലല്ലോ, ഗ്യാസിൻ്റെ സംഭവമൊന്നുമില്ലല്ലോ. നെത്തിരി താത്തി വെക്കട്ടെ, ഒന്ന് വേഗട്ടെ. ഞാൻ ഇൻസുലിൻ എടുക്കട്ടെ. എൻ്റെ പ്രധാനപ്പെട്ട മരുന്ന് ഇതാ, ഇൻസുലിൻ. ഞാനിങ്ങനെ ചടപടാ വർത്താനം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എനിക്കിതൊക്കെയാണ് എൻ്റെ ദിനചര്യയെന്ന്? അല്ല, ഇതൊക്കെയാണ് ജീവിതം, സംസാര സാഗരം. ഇൻസുലിൻ എടുത്തിട്ട് ഓടി വരാമെന്ന് പറഞ്ഞാൽ എങ്ങും പോയിട്ടില്ല. അമ്മേ ഇവിടെ ഇരിക്കട്ടെ, ഇരുന്നാലല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഇൻസുലിൻ്റെ റീഫില്ല് തീർന്നോ ഭഗവാനെ? 18 ഇതിലുള്ളൂ, ഇനി 18 കൂടെ വേണം. അത് അടുത്ത റീഫില്ല് നിറയ്ക്കണം. അത് കഴിയും. ഇനിയും ഈ ദോശ ആയിട്ടുണ്ട്, മതി. ഈ ഗ്യാസേ താഴെ കിട്ടുമെന്ന് കേൾക്കുന്നു. ഇതാണ് ഇന്നത്തെ സരസ്വതി ടീച്ചറുടെ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ക്ഷണിക്കുന്നു. എല്ലാവരും ടീച്ചറോടൊപ്പം ഊണ് കഴിക്കാൻ വരണേ. ഊണല്ല, ഭക്ഷണം. ടീച്ചറോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിക്കാൻ എല്ലാവരും വരണേ. ഉച്ചയ്ക്ക് വീണ്ടും ഞാൻ നിങ്ങളെ ക്ഷണിക്കാം കേട്ടോ. അപ്പോൾ ടീച്ചർ കഴിക്കട്ടെ. രാവിലെ അങ്ങ് കുളിച്ചു, അത് കാരണം കുളിച്ച പാട് ആണ് ഞാൻ. മുഖത്തൊരു പൊട്ട് പോലും വെച്ചിട്ടില്ല, മുടി വെറുതെ മുകളിലോട്ട് അങ്ങനെ കിട്ടി. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രഭാത ഭക്ഷണം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണണം. കുഞ്ഞു വീഡിയോ അല്ല, വിശേഷപ്പെട്ട വീഡിയോ ഒന്നും ടീച്ചർക്ക് പറ്റില്ലല്ലോ. ഈ അടുക്കളയിൽ നിന്നുള്ള കുഞ്ഞു വീഡിയോകളും ടീച്ചറുടെ കുഞ്ഞു കുഞ്ഞു സംഭാഷണങ്ങളും ടീച്ചറുടെ കവിതകളും ഒക്കെയാണ്. ഇതൊക്കെ കാണുന്ന നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്കൊക്കെ ലൈക്കും കമൻറ്റും ഒക്കെ ഇടണം കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. കാരണം അവർക്കൊക്കെ ജോലിക്ക് പോകുന്ന പിള്ളേരാണെങ്കിൽ എളുപ്പം അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുന്ന ആൺകുട്ടികൾ പെൺകുട്ടികൾ അവർക്കൊക്കെ ഇങ്ങനെയുള്ള നിമിഷപാചകങ്ങളാണല്ലോ ടീച്ചറുടെ, അതൊക്കെ ചെയ്യാം, അതൊക്കെ സഹായകമാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല സുപ്രഭാതം ആകട്ടെ, ഒരു നല്ല സുദിനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ. സരസ്വതി സരയൂ.